ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകന്യ. വെൽക്കം ടു സൂസൈസ് ലോഗി. ഇതിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പം എന്നാൽ നമുക്ക് നേരെ എല്ലാ കേൾക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. വാത്സല്യം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മലയാളം സിനിമ ലവേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ നൊസ്റ്റാൾജിയ ജേർണിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1993 കൊച്ചിൻ നിഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, സുനിത, ഗീത, കവിയൂർ പൊന്നമ്മ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഒരു ഫാമിലി എവർഗ്രീൻ മൂവിയായ വാത്സല്യത്തെ കുറിച്ചാണ്. പിന്നെ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റും വെങ്കടേഷിന്റെ മ്യൂസിക്കും കൈതപ്രത്തിന്റെ ലിറിക്സും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത് പക്ക 90s മലയാളികളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഇനി ഈ വീഡിയോ പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല, ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ജേണിയാണ്. സോ അങ്ങനെ മാത്രം ഇത് കാണുക. വാത്സല്യത്തിലെ കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയ അന്നത്തെ നോർമൽ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ഡെപ്തും അത് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഈ മൂവിയുടെ പ്രത്യേകത. സഹോദര സ്നേഹം, ത്യാഗം, തിരിച്ചറിവ്, അഹങ്കാരം എന്നിവയെ കുറിച്ചൊരു കഥ പറയുന്ന മൂവിയാണ് വാത്സല്യം. ഇതിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ പേരെന്താന്ന് പറഞ്ഞു വെച്ചാൽ രാഘവൻ എന്നാണ്. കർഷകനായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരവും ചുമക്കുന്ന ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. തന്റെ കുടുംബത്തിനും അനിയനും വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മൂത്ത സഹോദരൻ. ഇതിൽ അനിയന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സിദ്ദിഖാണ്. വിജയകുമാർ എന്നാണ് അതിലെ ക്യാരക്ടറിന്റെ പേര്. നിങ്ങൾ പോണം. അപ്പൊ നീ എന്നാ വരിക? ഞാൻ പോണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യണോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം. എന്നിട്ട് പോവാല്ലേ? നിങ്ങളോട് പൂവായി പൂവായി. ആ, എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലെങ്കിലും കവറൊന്നും കിട്ടില്ലേടാ. പരീക്ഷയുടെ ചൂട് തലേ കയറി ഇരിക്കുമ്പോഴാണോ അമ്മേ കത്ത്? കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ? ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ? ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയതാ. എന്നാ പറഞ്ഞ സമയത്തിന് തിരിച്ചെത്തണ്ടേ? കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരമില്ല. മതി, നിർത്ത്. കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ 10 രൂപ കൊല്ലായിട്ട് കഴുതിയെ പോലെ ഭാരം വലിക്കണേ. വായി നല്ലൊന്നും കേൾക്കണ്ട. പോട്ടടാ, പറഞ്ഞു ഇനി അത് മതി 2 ദിവസത്തേക്ക്. ഞാനൊന്നും മിണ്ടണില്ല, മിണ്ടിയ കുറ്റം. വക്കീലാവാൻ പഠിക്കുന്ന വിജയകുമാരൻ, അതായത് സിദ്ദിഖിന് മോഡേൺ ഐഡിയാസ്, മോഡേൺ എഡ്യൂക്കേഷൻ, സെൽഫിഷ് ക്യാരക്ടർ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു മോഡേൺ കൾച്ചറിലാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങളും ഇമോഷണൽ സീൻസും എല്ലാമാണ് ഈ മൂവിയുടെ സോൾ എന്ന് പറയുന്നത്. ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്നത് മലയാളത്തിൽ കുറെ ഉണ്ട്. പക്ഷെ അതിൽ കിരീടം, വാത്സല്യം അങ്ങനെ പോലുള്ള എവർഗ്രീൻ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ എന്തെങ്കിലും ചുണ്ടി പറഞ്ഞു വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? നീ ക്ഷമിച്ചില്ല പിന്നെ ആരാടി എന്നോട് ക്ഷമിക്കുക? എനിക്കറിയാം, ഞാൻ വേണ്ടതിനും വേണ്ടാത്തിനും ഒക്കെ നിന്നെ ചീത്ത പറയുന്നുണ്ട്. ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ. എന്ത് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ഒരു മുരപ്പനായിപ്പോയി. നിനക്ക് വിഷമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ, എന്നാ കുഞ്ഞമ്മാമ ഇരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കി എല്ലാവരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരിയിടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ല ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടിരുന്നത്? ഇത്തിരി അവല് നനച്ചതാ. ആ, കുട്ടികൾക്ക് കൊടുക്കണേ. വല്യമ്മായി അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം, അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കുന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ? തിന്നോ. ആരും ഒളിച്ചു? നിന്റെ പിള്ളേരെയാ? കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. വടി. ഇനി എന്നോട് ചോദിക്കാത്ത ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ആരല്ലടി അവളൊരു പൊട്ടിക്കാളി എന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കും. അത് കണ്ടാ അവിടെ ബഹളാവോ? പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നോട്ടം കൊണ്ട് മാത്രം കണ്ണീര് വരുത്താൻ സാധിക്കുന്ന എന്തോ ഒരു മാജിക് മമ്മൂക്കയുടെ കയ്യിലുണ്ട്. ഈ മൂവിയിലെ സൈലന്റ് സാക്രിഫൈസ്, അതായത് സൈലന്റ് സാക്രിഫൈസ് സീൻസിന് ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടിയും അതിൽ കണ്ണുകൾ അഭിനയിക്കുന്ന സീൻസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തത്?
ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ആ ഇനി താൻ ഓഫീസിലേക്ക് വെക്കൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്ന ഈ മൂവിയിൽ റോൾ എന്ന് പറയുന്നത് കുറച്ച് കളിപ്പും കൂടിയിട്ടുള്ള ഒരു ബെസ്റ്റ് റോളാണ്. സിദ്ദിഖിന്റെ ക്യാരക്ടർ ഇതിൽ വില്ലനല്ല, പക്ഷെ ഒരു സെൽഫിഷ് ക്യാരക്ടറാണ്. ഈ ടൈപ്പ് അനിയന്മാർ നമ്മുടെ വീട്ടിലും കാണാൻ സാധിക്കും. നീ എന്തെങ്കിലും ഞാൻ വഴക്കൊന്നുണ്ടാക്കില്ല. മോണ പറയുന്നോടി, വഴക്കുണ്ടാക്കണ്ട. അവള് കരയണേ. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കൊടുത്തോ നിങ്ങള്? വിളിച്ചിട്ട് വരാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അടിച്ച് ശരിപ്പെടുത്തിക്കോ ഞാൻ തന്നെ. എന്താണ് കാര്യം? എന്തിനാ അവളെ അടിക്കണേ? എന്നെ ശരിയാക്കണേ. എന്റെ അമ്മ വെല്ലെന്ന് കൊണ്ടുവിടെ. ഏട്ടന് പെണ്ണിന് ശരിയാക്കും. ഞാൻ ആരുമല്ല നിന്റെ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ആരും അല്ലാണ്ടാവരുത്. മിണ്ടാണ്ടിരിക്കടി. അമ്മ മിണ്ടാതിരിക്കെ. ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എല്ലാവരും കൂടെ അവളിങ്ങനെ പെടുത്തണം. വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക. വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ദിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും എന്നോട് മതി. ഈ റോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ സിദ്ദിഖിന്റെ ക്യാരക്ടർ, അതായത് നമ്മുടെ വിജയന് സാധിച്ചിട്ടുണ്ട്. ഗീത, അതായത് മമ്മൂട്ടിയുടെ വൈഫ് മാലതി എന്നാണ് ഇതിലെ മമ്മൂട്ടിയുടെ വൈഫിന്റെ പേര്. ഒരു നല്ല പെർഫെക്റ്റ് സപ്പോർട്ടീവ് വൈഫായിരുന്നു മാലതി. ആ കുടുംബത്തെ ബാലൻസിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായത് മാലതിയുടെ റോളായിരുന്നു. പിന്നെ കവിയൂർ പൊന്നമ്മ, മലയാള സിനിമയുടെ തന്നെ ഐഡിയൽ അമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം. സമ്മതിച്ചു പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു തന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഇത് വളരെ മോശമായി പോയി. ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലൊന്നും ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തില് ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം പറഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല, കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം. എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ട്. ഒളിഞ്ഞു നോട്ടം എല്ലാവർക്കും ഇത്തിരിയുണ്ട്. ആ കുട്ടികൾക്ക് വരെ. എന്താ പറഞ്ഞേ? ഒളിഞ്ഞു നോക്കിയെന്നോ? ആരെയാടി ഒളിഞ്ഞു നോക്കിയേ? എടീന്ന് വിളിച്ചോണ്ടല്ലോ. മിണ്ടരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്. അത് തരാം, പക്ഷെ ഇതിനി ആവർത്തിക്കരുത്. ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത്. കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ. അമ്മ റോള് വളരെ മികച്ച രീതിയിൽ ചെയ്യാനും പെർഫോം ചെയ്യാനും കഴിയുന്ന ഒരു മികച്ച ആക്ട്രസ് ആണ് കവിയൂർ പൊന്നമ്മ. അമ്മ എന്ത് പറഞ്ഞു? ആകം നടക്കട്ടെ. എല്ലാരും തല്ലിപ്പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വലിയ തന്നെ നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. ലവ്, ഫാമിലി ലവ്, ഇമോഷണൽ ഡെപ്ത്, 2K കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണും. പഴയ സിനിമകളൊക്കെ കണ്ടാലേ ഒരു ഇമോഷൻസ് ഒക്കെ അറിയുള്ളൂ. 2K കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ മറക്കണ്ട. മ്യൂസിക്കിന്റെ ഇമ്പോർട്ടന്റ് എല്ലാ സിനിമയിലും പോലെ ഈ മൂവിയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ സോങ്സ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് ട്രാക്ക് ആയിട്ടില്ല, ഒരു മെമ്മറി ട്രാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വർഷം കഴിഞ്ഞിട്ടും ഈ മൂവി ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവരുടെ അഭിനയവും അതിന്റെ സ്ക്രിപ്റ്റുമാണ്. മമ്മൂട്ടി ഫാൻസിന് മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് വാത്സല്യം. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നടത്തും? നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്കിപ്പോ സംശയം. ഇന്നും കുറച്ച് അരിയും പൂവിട്ട് പൂജിക്ക്. ചിരിക്കടി. You idiot. വിളിക്ക. നിനക്ക് അടിയുടെ കുറവാണ്. ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന. എന്നെ അടിച്ചു നിന്റെ അച്ഛൻ അറിഞ്ഞോ നിങ്ങൾ അന്ന് പുറത്താവും. ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയം ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. എടീ, നീ ഇനിയാണ് ജീവിക്കാൻ പോണത്. എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ. ഉണ്ടുണ്ണി. എന്നെ ശപിക്കരുത് ഏട്ടാ. മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം.
അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സീൻ ഏതാ? ഇമോഷണൽ ആയിട്ടൊരു സീൻ ഏതാണ്? കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പത്തിൽ കേസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു നൊസ്റ്റാൾജിക് ജേർണി ആയിട്ട് കാണുന്നവരിക്കും ബൈ.